തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ മേയറുടെ സാന്നിധ്യത്തെ ശ്രീമാൻ നരേന്ദ്രമോദിജി സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ആവാഹിച്ചെടുത്തതുപോലെ ഈ പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വീണ്ടുമുള്ള ഭരണത്തെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുകയും അവിടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ചെയർമാനായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീ സ്മിതേഷ്, വേദിയിലുള്ള നിയോജകമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട മിലൻ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, മഹിളാ മോർച്ചയുടെ എത്രയോ വർഷക്കാലമായി മഹിളാ മോർച്ചയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ബേബി എടത്തി, മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ, അതുപോലെ പ്രഭാകരേട്ടൻ, ശ്രീ മധു, എൻ്റെ ആരാധനായിട്ടുള്ള നേതാവ്, കേരളത്തിൽ ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംഘടനാ മെഷീനറിയെ ചലിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ലീഡർ ശ്രീ കൃഷ്ണദാസ് ജി, നമ്മുടെ പ്രായിരി, കണ്ണാടി, മാത്തൂർ ആ പ്രദേശത്ത് സംഘടനയുടെ നിയോജക മണ്ഡലത്തിന് അമരക്കാരനായിട്ടുള്ള ശ്രീമൻ വിജീഷ്, ശ്രീ സുനിൽ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ സിന്ധു, മിസ്റ്റർ മഹേഷ്, അതുപോലെ തന്നെ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷൻ, നമ്മുടെ അഡ്വക്കേറ്റ് സമൂഹത്തിനു വേണ്ടി നമ്മളോടൊപ്പമുള്ള ശാന്തേടത്തി, അതുപോലെ ശ്രീ ബാബു വെണ്ണക്കര, പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽ, നമ്മുടെ നവീൻ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. കഴിഞ്ഞ എത്രയോ നാളുകളായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എല്ലാ ധാർമ്മികമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ റോളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൗത്യം എന്താണ് എന്ന് കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിലും MLA ഇല്ലാത്ത സമയത്തും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയും ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജി ആ കാലഘട്ടത്തിലും ഇവിടെ വന്ന് നമ്മോട് പറഞ്ഞു, ബലിദാനികളുടെ മണ്ണാണ് ഈ കേരളം. ആ ബലിദാനികളുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ഒരു തെറ്റും ചെയ്യാതെ, ഒരു അതിർത്തി തർക്കത്തിനും പോകാതെ, ഒരു വഴക്കിനും പോകാതെ, ഏതെങ്കിലും തെറ്റുകൾ ചെയ്യാതെ കുങ്കുമഹരിത പതാക പിടിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രതിയോഗികൾ വെട്ടിക്കീറി അരിഞ്ഞു വീണ ആ ബലിദാനികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അവിടുത്തെ മുഴുവൻ പ്രതിനിധികളെയും അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിജി 2 തവണ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ദേശീയ നിർവാഹക സമിതി അംഗം എന്നുള്ള രീതിയിൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു സ്ത്രീയാണ്. അന്ന് മോദിജി പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയം കാത്തുവെക്കുന്നതും സൂക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും കേരളത്തോടാണ്. കാരണം എന്താണ്? അവിടെ നിന്ന് MLAയോ MP യോ മന്ത്രിയോ ഉണ്ടായതുകൊണ്ടല്ല. ആ കേരളത്തിലാണ് 10 പേരില്ലാത്ത സമയം മുതൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരമില്ലാത്ത സമയം മുതൽ, ഒരു MLA ഇല്ലാതെ, ഒരു MP ഇല്ലാതെ, ഒരു മന്ത്രി ഇല്ലാതെ, അധികാരത്തിന്റെ ഒരു നാൾ വഴികളെയും ഗൗനിക്കാതെ ഞാനും നിങ്ങളും എന്റെ പൂർവിക തലമുറയും ഈ കേരളത്തിൽ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് സല്യൂട്ട് നൽകിക്കൊണ്ട് സ്വീകരിച്ച ആളാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി. ആ നരേന്ദ്രമോദിജി കേരളത്തോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ജയിച്ച ജനപ്രതിനിധികളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവരെ മുഴുവൻ ഡൽഹിയിലേക്ക് വിളിച്ച കാഴ്ച ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ MLA ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ MLAമാർക്കും എതിരായി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെയ്ത വികസനം എന്താണ് എന്നാണ് നമ്മൾ വെക്കുന്ന ചോദ്യം. അത് പാലക്കാടിലെ MLA എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, മണ്ണാർക്കാടിലെ MLA എന്ത് ചെയ്തു, കോങ്ങാടിലെ MLA എന്ത് ചെയ്തു, ചിറ്റൂരിലെ MLAയുടെ പ്രവർത്തനം എന്തായിരുന്നു? ഇങ്ങനെ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന MLAമാർ കേരളം നിയമസഭയ്ക്കകത്ത് എന്തു ചെയ്തു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളുടെയും
അവിടുത്തെ MLA-മാർക്കെതിരായിട്ടുള്ള ഒരു ജനകീയ സദസ്സ് രൂപം കൊടുത്തത്. ആ ജനകീയ സദസ്സ് കേരളത്തില് അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. ചില ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും മറ്റു ചെറിയ പാർട്ടികളിൽ നിന്നുമൊക്കെ വലിയ വലിയ ആളുകൾ നമ്മുടെ പാർട്ടിയുടെ കൊടി പിടിക്കാൻ തയ്യാറായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയാകുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടത്തെ പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പാലക്കാട് ഏറ്റവും കൂടുതൽ വികസനത്തിന് നേതൃത്വം നൽകാൻ ശക്തിയുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഇവിടത്തെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് പാലക്കാടിൽ ജനപ്രതിനിധിയായി ജയിച്ച 13 വർഷം ഈ പാലക്കാടിനെ അഭിമുഖീകരിച്ച മുൻ MLA 13 വർഷമാണ് അദ്ദേഹത്തിന് 3 തവണയാണ് പാലക്കാടിലെ സാധാരണക്കാരായ ജനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് MLA ആക്കി നിയമസഭയ്ക്കകത്തേക്ക് വിട്ടത്. എന്താണ് ആ 13 വർഷം പാലക്കാടിന്റെ മുൻ MLA പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന ഒരു ചോദ്യം, ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജനകീയ സദസ്സിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ നിൽക്കുന്നത്. 13 വർഷം ഷാഫി പറമ്പിൽ MLA ആയിരുന്നു. പാലക്കാട്ടുകാരെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വടകരയിലേക്ക് വണ്ടി കയറിപ്പോയി. വടകരയിലേക്ക് വണ്ടി കയറിപ്പോയപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ ഒരു യുവാവിനെ തന്നെ വീണ്ടും പാലക്കാടില് ടിക്കറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത്? ആ യുവാവിന് ടിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ യുവാവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ശ്രീമാൻ മെട്രോ ശ്രീധരനെയാണ്. ശ്രീമാൻ മെട്രോ ശ്രീധരൻ ഈ പാലക്കാടിലെ കർഷകർക്ക് വേണ്ടി പദ്ധതികൾ പ്രഖ്യാപിച്ചു. മെട്രോ ശ്രീധരൻ പറഞ്ഞു, ആരാധനായിട്ടുള്ള മെട്രോ ശ്രീധരൻ സാർ പറഞ്ഞു, എന്താണ്, എനിക്ക് നിങ്ങൾ പാലക്കാട് ഒരവസരം നൽകിയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഒരവസരം നൽകിയാൽ പാലക്കാട് വികസനത്തിന്റെ പെരുമഴ സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കാപട്യത്തിന്റെ മുഖം പേറിക്കൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വടകരയിലേക്ക് വണ്ടി കയറിയ നേതാവ് പറഞ്ഞു, പാലക്കാടിലെ ഒരൊറ്റ കോൺഗ്രസുകാരന് ടിക്കറ്റ് കൊടുക്കരുത്, അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഒരാളും പാലക്കാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? വേറൊരു യുവ നേതാവിനെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നു, ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. ആരുടെ തണലിൽ? 13 വർഷം പാലക്കാട്ടുകാർ MLA ആക്കിയിട്ടുള്ള ഷാഫി പറമ്പലിന്റെ തണലിൽ മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു ഇവിടെ നിർത്തി. എന്ത് സംഭവിച്ചു? മെട്രോ ശ്രീധരൻ പരാജയപ്പെട്ടു. മെട്രോ ശ്രീധരൻ എപ്പോഴും കേന്ദ്രത്തിലേക്ക് വികസനങ്ങളെ കുറിച്ച് എഴുതി ചർച്ചകളും അദ്ദേഹത്തിന്റെ വാക്കുകളും കേന്ദ്രത്തിലെ ഓരോ വകുപ്പ് മന്ത്രിമാരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ യുവ ലീഡറുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടായി? പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചക്കാലം TV തുറക്കാൻ പറ്റിയില്ല. അച്ഛന്റെ മുന്നിലിരുന്നു കൊണ്ട് പെൺകുട്ടിക്ക് ഒരു ചാനലും കാണാൻ പറ്റിയില്ല. അമ്മയുടെ മുന്നിലിരുന്നു കൊണ്ട് ആ അമ്മയുടെ മകൾക്ക് ചാനൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ പാലക്കാടിന്റെ അമ്മമാരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു MLA ഈ കേരളത്തിൽ എനിക്കും നിങ്ങൾക്കും കാണേണ്ടി വന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്? ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിലെ യുവാക്കൾക്ക് മാതൃക കൊടുക്കേണ്ട ഒരു ലീഡർ മാതൃകയായിട്ട് MLA-യുടെ അദ്ദേഹത്തിന്റെ ആ കസാരയെ വിനിയോഗിക്കേണ്ടതിന് പകരം അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് ഈ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള ചാനലുകളിലൂടെ വാർത്തകളുടെ രൂപത്തിൽ പുറത്തു വന്നത് ഞാനും നിങ്ങളും കണ്ടു. അപമാനിക്കപ്പെട്ടു പാലക്കാടിലെ ജനത, അപമാനിക്കപ്പെട്ടു കേരളത്തിലെ സ്ത്രീത്വം. കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ചോദിച്ചു, ഇതാണോ കോൺഗ്രസിന്റെ മര്യാദ? ഇതാണോ കോൺഗ്രസിന്റെ രീതി? ഒരു പരിപാടിയിൽ പഴയകാല കോൺഗ്രസിന്റെ ലീഡർ ശ്രീമാൻ PJ കുര്യൻ ഇപ്പൊ വയസ്സായി. PJ കുര്യൻ പറഞ്ഞു, ഒരു കാരണവശാലും പാലക്കാടിലെ MLA-ക്ക് ഇനി സീറ്റ് കൊടുക്കരുത്. പിന്നെ PJ കുര്യൻ പറഞ്ഞു, ആ MLA-യെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, ഈ MLA സ്ഥാനത്തു നിന്ന് രാജിവെപ്പിക്കണം എന്ന് PJ കുര്യൻ പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടു. അപ്പോ പാലക്കാടിന്റെ MLA PJ കുര്യന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊക്കെ കണ്ടു അല്ലേ?
PJ കുര്യന്റെ ചെവിയിൽ പാലക്കാട് ഈ പങ്ങാടിപ്പാട്ട് എന്താണ്? എന്റെ കൂടുതൽ കഥകൾ വിസ്തരിക്കാൻ ശ്രമിച്ചാൽ PJ കുര്യന്റെ ചെവിയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അടച്ചിട്ട മുറിയിൽ പാലക്കാടിന്റെ MLA VD സതീശനോടും പറഞ്ഞത്. അതുകൊണ്ടല്ലേ ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിച്ച അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യം ഒരുക്കിയ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ സത്യസന്ധതയുടെ ജിഗുവായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചു മാധ്യമങ്ങൾ തുറന്ന് വാർത്ത കാണുന്നവർക്ക് അപമാനമുണ്ടാക്കിയിട്ടുള്ള ആ MLA KPCC നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി, VD സതീശനെ ഭീഷണിപ്പെടുത്തി. ശ്രീമാൻ VD സതീശനും KPCC നേതൃത്വവും തിരിച്ചു നടത്തിയ പ്രതികരണം എന്തായിരുന്നു? അമ്മക്കിളി കുഞ്ഞിക്കിളിയെ സംരക്ഷിക്കുന്നത് പോലെയാണ് പാലക്കാട് തെറ്റ് ചെയ്ത MLA സംരക്ഷിച്ചുകൊണ്ട് KPCCയുടെ സംസ്ഥാന നേതാക്കന്മാർ മുന്നോട്ട് പോയത്. ശരിയല്ലേ? ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? പാലക്കാടിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏരിയയുടെ ലീഡർ സംസാരിക്കുന്നത് കേട്ടു. തൊലി ഉരിഞ്ഞു പോകില്ലേ സ്ത്രീകൾക്ക്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് ഈ പ്രസ്ഥാനത്തെ വഴി നടത്താൻ വേണ്ടി കർമ്മധീരരായി പതിറ്റാണ്ടുകൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീകളെ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞു, തറവാട്ടിൽ പറഞ്ഞ സ്ത്രീകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ? അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ സ്ത്രീകളെ ഏരിയയുടെ നേതാവ് കളങ്കപ്പെടുത്തിയില്ലേ? ഏരിയയുടെ നേതാവ് കളങ്കപ്പെടുത്തിയപ്പോ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മിനിമം സ്ത്രീകളുടെ താല്പര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്മമാരുടെ ആത്മാഭിമാനത്തിന് വില കൽപ്പിച്ചുകൊണ്ട് മുഴുവൻ സ്ത്രീകളെയും അന്യായമായി അകാരണമായി വേദനിപ്പിച്ചവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നട്ടലുണ്ടായോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക്? ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോ പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, പാലക്കാടിനെ കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ, പതിറ്റാണ്ടുകൾ മാറി മാറി പാലക്കാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ അവരുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് ചില ആളുകളൊക്കെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ചില സുഹൃത്തുക്കൾ ഇവിടെ പലരും വേദിക്ക് പുറത്തുണ്ട്, ചില ആളുകളൊക്കെ പറഞ്ഞു, സർ मैं आपको बोलने के लिए चाहती हूँ, ये मार्क्सिस्ट पार्टी का लीडर्स एंड मार्क्सिस्ट पार्टी का एरिया वर्कर्स एंड डिस्ट्रिक्ट कमेटी मेंबर्स मेरे को कॉन्फिडेंशली बोला है, मार्क्सिस्ट पार्टी के विरुद्ध कुछ कमी रूप से बोलिए. कारण क्या है? मार्क्सिस्ट पार्टी का लोगों BJP को वोट देने के लिए तैयार है. ये तरह की ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, നിങ്ങൾ കൂടുതലൊന്നും ശോഭ ചേച്ചി മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ഞങ്ങളുടെ വോട്ടും താമര ചിഹ്നത്തിൽ കിട്ടാൻ പോവുകയാണ്. പക്ഷേ അത് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്നേഹനിധികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഞാനിത് ശോഭാ സുരേന്ദ്രന്റെ പേര് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ. എന്നോട് പാർട്ടി പറഞ്ഞു എന്നിരിക്കട്ടെ, ശോഭ പ്രസംഗിക്കുകയാണ് വേണ്ടത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ പോകാൻ തയ്യാർ. സമരം നടത്താനാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ സമരം നടത്താൻ തയ്യാർ. ഏതു പ്രവൃത്തിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങളുടെ ആവശ്യാർത്ഥം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ഇന്ന് ഈ വേദിയിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ 20 വർഷത്തോളം സമര പോരാട്ടങ്ങൾക്ക്, അമ്മമാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിലാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിലെ 10 വോട്ട് മാത്രമല്ല എന്റെ പ്രശ്നം. ഞാൻ 9 തെരഞ്ഞെടുപ്പുകളിലും ചിരിച്ച് അഭിനയിച്ച് വോട്ട് ചോദിച്ച ഒരാളല്ല. അതായത് ജയവും വിജയവും കേരളത്തിന്റെ മണ്ണിൽ തീരുമാനിക്കുന്നത് ഇവിടുത്തെ പൗരന്മാരാണ്. അവർക്ക് വേണ്ടത് ധാരാളം കാര്യങ്ങൾ അവരുടെ മുന്നിൽ മറയില്ലാതെ മടിയില്ലാതെ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഈ നാടിനെ മാറ്റണം, ഈ നാട്ടിൽ വികസനം ഉണ്ടാകണം, കേരളത്തിൽ വികസനം ഉണ്ടാകണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നം വാക്കാക്കി മാറ്റിക്കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവിടെ ഒരു വലിയ കോറിഡോർ പാലക്കാട് വരാൻ പോവുകയാണ്. ആ പാലക്കാട് ഇന്നത്തെ മനോരമ പത്രം
അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര റെയിൽവേയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ജോലിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും പഠിക്കാനും ജോലിക്കും ബിസിനസിനും വേണ്ടി പോകുന്ന ആളുകൾക്ക് സൗകര്യാർത്ഥമായി എത്ര പുതിയ തീവണ്ടികളാണ് ഈ പാലക്കാടിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് എന്ന് പലപ്പോഴും കൃത്യതയോടുകൂടി ചില കാര്യങ്ങളെങ്കിലും എഴുതുന്ന ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. മറ്റൊരു ജന്മഭൂമി പത്രത്തിൽ, വിവിധ പത്രങ്ങളിൽ ആ വാർത്തകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. പാലക്കാട് മാറുകയാണ്. ഇതാ തൊട്ടപ്പുറത്ത് അകത്തേത്തറ പഞ്ചായത്ത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സഹോദരിയാണ്. ആ അകത്തേത്തറ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ലാത്ത അകത്തേത്തറയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സഹോദരിയോട് ഞാനൊരു മീറ്റിംഗിൽ പറഞ്ഞു, നിങ്ങൾ ആരും സ്വപ്നം കാണാത്ത കാര്യം അകത്തേത്തറയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ പാലക്കാടല്ലല്ലോ ഞാൻ മത്സരിച്ചത് ആലപ്പുഴയിലാണ്, ശരിയല്ലേ? ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് അകത്തേത്തറയ്ക്ക് വേണ്ടി കോഴിക്കോട് ശ്രീമതി PT ഉഷയുടെ വീട്ടിൽ ചെന്നിരുന്നു കൊണ്ട് ഉഷ ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, പാലക്കാടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചേച്ചിയുടെ ഒരു വികസന പദ്ധതി, ചേച്ചിയുടെ ഹൃദയം പാലക്കാടുമായി ചേർത്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതിന് ഇംപ്ലിമെന്റ് ചെയ്തു. അകത്തേത്തറ പഞ്ചായത്തിനെ ശ്രീമതി PT ഉഷ ദത്തെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രിമാർ, MP-മാർ, അതുപോലെ തന്നെ ഇവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇവരെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു NDA സർക്കാരിനെ കേരളത്തിൽ അധികാരത്തിലേറ്റണം എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളത്തിന്റെ അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ ദിവസം KSEB-യുടെ ഒരു പരസ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ആ KSEB-യുടെ പരസ്യത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 50% വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. അപ്പൊ KSEB പറയുകയാണ്, ഇപ്പോ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 30% ഞങ്ങൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അവരുടെ പരസ്യത്തിൽ പറയുകയാണ്. അങ്ങനെയല്ല സർ പറയേണ്ടത്. അന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറയേണ്ടിയിരുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി കേരളത്തിലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ സാധിച്ചു എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? അത് നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. 30% വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് എപ്പോഴാണ്? ഈ രാജ്യത്തിന്റെ കേന്ദ്ര പവർ ഗ്രിഡിൽ നിന്ന്, കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ചോദിക്കുന്ന അത്രയും കേരളത്തിലേക്ക് കിട്ടിയിട്ടും 30% വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണെന്ന് അറിയുമോ? ഞങ്ങൾക്ക് NDA-ക്ക് ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ ഒരു അവസരം നൽകിയാൽ 78,000 രൂപ ഒരു സോളാർ പദ്ധതിക്ക് ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ സൂര്യഘർ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പദ്ധതി കേരളം മുഴുവൻ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. വൈദ്യുതി ചാർജ് 0% ഞങ്ങൾ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് NDA കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളെ ഓർമ്മപ്പെടുത്തും. ഞങ്ങളുടെ ഒരു വാക്ക് അതാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ആ സൂര്യഘർ പദ്ധതി നടപ്പിലാവുന്നില്ല. നോക്കൂ, നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമില്ലേ? ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ ഡൽഹിയിലെ മുഖ്യമന്ത്രി 50% ATC നഷ്ടമുള്ള, വൈദ്യുതി നഷ്ടമുള്ള നാട്ടിൽ 50% നഷ്ടത്തിൽ നിന്ന് 0% ATC-യുടെ നഷ്ടത്തെ കുറച്ചുകൊണ്ട് എങ്ങനെയാണോ വൈദ്യുതിയെ സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യരെ സഹായിക്കുന്നത്, ആ മാതൃകയിൽ കേരളത്തിലെ വൈദ്യുതി നഷ്ടം, ATC നഷ്ടം പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇങ്ങനെയാണ്: എല്ലാ കാലത്തും സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് ആവശ്യത്തിന് പോഷകാഹാരം പോലും ഇല്ലാത്ത പാവപ്പെട്ട വീടുകളിൽ താമസിച്ചിട്ടുള്ള കുട്ടികൾ, അവർ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെ അതിജീവിച്ചുകൊണ്ട് അവർ സ്പോർട്സിൽ കളിക്കാരായി മാറും. അവർ നല്ല നല്ല കായിക രംഗത്തെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുള്ള ഒരു മണ്ണാണ് ഈ പാലക്കാടിന്റെ മണ്ണ്. എന്നാൽ ആ പാലക്കാടിന്റെ മണ്ണിൽ ഒരു സ്റ്റേഡിയം വേണം എന്നുള്ളത് കാലാകാലമായിട്ടുള്ള സ്വപ്നമായിരുന്നു. ഞങ്ങൾ എന്ത് പദ്ധതി മുന്നോട്ട് വെച്ചാലും ആ പദ്ധതിക്ക് പണം തരാതെ ഈ BJP-യെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയല്ലാതെ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA-ക്ക് ത്രിപുരയുടെ മോഡലിൽ, ബംഗാളിന്റെ മോഡലിൽ
ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിമാർ പറയുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യം 20% വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. തിരുവനന്തപുരത്ത് ചെറിയൊരു വോട്ടിന് പരാജയപ്പെട്ടു. 3 ലക്ഷത്തി ചില്ലാനം വോട്ട് തിരുവനന്തപുരത്ത് കിട്ടി. ആറ്റിങ്ങലിൽ 3 ലക്ഷത്തി ചില്ലാനം വോട്ട് കിട്ടി. ആലപ്പുഴയില് അത് 1.80 നേരെ ഡബിളാക്കി 3 ലക്ഷത്തിലധികം കിട്ടി. പക്ഷെ 15,000 വോട്ടുകൾ പെട്ടിക്കകത്താണ് കിടന്നത്, എണ്ണാൻ പറ്റിയില്ല. എന്നാൽ 3 ലക്ഷം വോട്ടുകൾ ആലപ്പുഴയിലും നമുക്ക് കിട്ടി. അതായത് സഖാക്കന്മാരുടെ ഹൃദയമായിട്ടുള്ള പുന്നപ്ര, വയലാർ, ആ ചുവന്ന പുന്നപ്രയും വയലാറും കാവ്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ അവർ വോട്ട് നൽകിക്കൊണ്ട് അവിടുത്തെ സഖാക്കന്മാർക്ക് നമ്മെ സ്വീകരിക്കാൻ സാധിച്ചു. ഇന്ന് ശ്രീമാൻ സുധാകരൻ കരയുകയാണ്, വേദനിക്കുകയാണ്. ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് ശ്രീമാൻ സുധാകരൻ സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സുധാകരൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സർ, അങ്ങ് പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങ് പ്രവർത്തിച്ചത് ഇവിടുത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങ് പ്രവർത്തിച്ചത് AK ഗോപാലന്റെയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും കൃഷ്ണപിള്ളയുടെയും വാക്കുകൾ കേരളത്തിൽ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങ് പ്രവർത്തിച്ചത് ഇവിടുത്തെ ജനങ്ങളുടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ചിന്താഗതിയെ വാനോളം ഉയർത്താനല്ലേ? അങ്ങനെയുള്ള അങ്ങ് കടന്നു വരേണ്ട പാർട്ടി കോൺഗ്രസ് ആണോ സർ? അങ്ങ് കോൺഗ്രസിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പിറകിൽ നിൽക്കുന്ന VD സതീശനോടും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ ശ്രീമാൻ സണ്ണിയോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സുധാകരൻ സാറിനെ നിങ്ങളാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ എതിരാളി മതി, രാഷ്ട്രീയ പ്രതിയോഗി മതി ഭാരതീയ ജനതാ പാർട്ടിക്ക്. നിങ്ങൾ എങ്ങനെ മത്സരിക്കണം? ഞങ്ങൾ NDA ആയിട്ട് മത്സരിക്കും. നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കിക്കോ. നിങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ട് കേരളത്തിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ ഇവിടുത്തെ ശ്രീമാൻ VD സതീശനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അങ്ങനെ മത്സരിക്കണം. ആരാണ് സർ നിങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ? ആരാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ? നിങ്ങൾ പറയണം. സുധാകരൻ സാറ് KPCC-കാരാണ് അംഗീകരിക്കുന്നതെങ്കിൽ ഇവിടെ കോൺഗ്രസ് പ്ലസ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള അവസ്ഥയല്ലേ കേരളത്തിലുള്ളത്? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ ആ വികസന അജണ്ട മുന്നിൽ നിർത്തിക്കൊണ്ട് പാലക്കാടിന്റെ ചെയർപേഴ്സൺ പാലക്കാടിലെ കുട്ടികൾക്ക് വേണ്ടി, സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതി ഇവിടുത്തെ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 300 കോടി രൂപ വേണം ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ. ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും, ചില ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ 300 കോടിയുടെ പദ്ധതി കൊണ്ടുവരിക? അപ്പൊ ഞാൻ എന്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ആരാധ്യനായിട്ടുള്ള MLA-യോട് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പോർട്സിന്റെ മിനിസ്റ്ററോട് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയുമോ? നാടും നഗരവും മാറുകയാണ്. പാലക്കാട് ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരാൻ നമുക്ക് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 3 മാസക്കാലം വേണ്ട അവിടെ തറക്കല്ലിടാൻ എന്നാണ് പാലക്കാടിലെ ജനങ്ങളോട് പറയൂ. പാലക്കാടിലെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി തരുമ്പോൾ അത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനകീയമായിട്ടുള്ള ഒരു വലിയ സദസ്സിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ആ കാര്യം പ്രഖ്യാപിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ 25 അംഗൻവാടികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന പദ്ധതി ഉൾപ്പെടെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരന്റെ നീറുന്ന വികാരമാണ് മാത്തൂരിലെയും പിരായിരിയിലെയും കണ്ണാടിയിലെയും കർഷകന്മാർ. 1 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി പാലക്കാടിന്റെ മണ്ണിലുണ്ടായിരുന്നു. ആ അഗ്രികൾച്ചർ സെക്ടറിനെ തകർത്തുകൊണ്ട് ഇവിടുത്തെ കർഷകന്റെ ആത്മാഭിമാനത്തെ തേജോവധം ചെയ്തുകൊണ്ട് പാലക്കാടിലെ കർഷകന്മാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഈ പാലക്കാടിന്റെ മണ്ണിലുണ്ടായി. പാലക്കാടിലെ കർഷകന്മാർക്ക് അഭിമാനം കൊടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് കാർഷിക മേഖലയെ വളർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേന്ദ്രത്തിന്റെ അഗ്രികൾച്ചർ മിനിസ്റ്റർ എന്ന് പറയുന്നത് ചെറിയ ഒരാളല്ല. 5 കൊല്ലം മുഖ്യമന്ത്രിയായി, 10 കൊല്ലം മുഖ്യമന്ത്രിയായി, 15 കൊല്ലം മുഖ്യമന്ത്രിയായി. വീണ്ടും മധ്യപ്രദേശിലെ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാമയെ മതി. മാമൻ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. ആരാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്? ശിവമാമ എന്നാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ.
എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആത്മാഭിമാനമുണ്ട്. കാരണം ആ ശിവരാജ് സിംഗ് ചൗഹാൻജി എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ വർഷം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നതിനു ശേഷം ക്യാബിനറ്റ് മിനിസ്റ്ററായി അഗ്രികൾച്ചറിന്റെ കൃഷിക്കാർക്ക് വേണ്ടി ഏത് പദ്ധതി കൊടുത്താലും ആ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹമുള്ള അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്ന് പാലക്കാടിലെ കർഷകരുടെ ഹിതം പരിശോധിക്കാൻ വേണ്ടി ഒരു വലിയ ടീം ഇവിടേക്ക് വന്നു. ആ ടീം കൊടുത്തിട്ടുള്ള പദ്ധതി പേപ്പറുകൾ അതൊന്ന് വായിച്ചു നോക്കാൻ പോലും നമ്മുടെ കേരളത്തിലെ കാർഷിക വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ള ദുഃഖത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാർഷിക മേഖലയെ നമുക്ക് പാലക്കാട് വളർത്തണം. എന്തുകൊണ്ട് ഒരു ഓഫീസിൽ ജോലിക്ക് പോകുന്ന ഒരു സഹോദരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അഭിമാനം നമ്മുടെ കർഷകന്മാർക്ക് കിട്ടണം? നമ്മുടെ കർഷകന്മാർ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ അച്ഛനെയാണ്. സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു പാടത്ത്, അന്നൊക്കെ ഈ കാളയെ വെച്ചിട്ടാണ് നിലം ഉഴാൻ പോകുന്നത്, അവിടെ ശരീരം മുഴുവൻ ചേറ് നിറഞ്ഞ് ആ പാടത്തു നിന്ന് കയറി വരുന്ന എന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ആ ചെളിയുടെ മണം, ചേറിന്റെ മണം എനിക്ക് ഓർമ്മ വരികയാണ്. ആത്മാഭിമാനം ഉണ്ടാകണം. പൊതുസദസ്സിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയണം, എന്നെ വളർത്തിയ എന്റെ അച്ഛന്റെ ചേറിന്റെ മണമുള്ള, ഇവിടുത്തെ ഗ്രാമാന്തരീക്ഷമുള്ള, ഇവിടുത്തെ കൂലിപ്പണിക്കാരന്റെ വികാരത്തെയും വിചാരത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാധാരണക്കാരൻ അഖിലേന്ത്യാ തലത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻജി അഗ്രികൾച്ചർ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, പാലക്കാടിന്റെ കർഷകരുടെ ആത്മാഭിമാനത്തെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. കഴിഞ്ഞ ദിവസം ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ ദിവസം ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ ബിസിനസ്സുകാർ പറഞ്ഞു, എന്താണ്, പാലക്കാടിനും മാറണം, പാലക്കാട് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകണം. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പാലക്കാടിലെ കച്ചവടക്കാരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അന്യരാക്കി നിർത്താൻ സാധ്യമല്ല. നിങ്ങൾ പറയുന്ന പോയിന്റ് എന്താണ്? ഞങ്ങളുടെ പാർട്ടിയിൽ മുസ്ലിങ്ങൾ കുറവാണ് എന്നാണ്. ആണോ? ഞങ്ങളുടെ പാർട്ടിയിൽ 40 കൊല്ലം പ്രവർത്തിച്ച അതുല്യനായിട്ടുള്ള ലീഡറാണ് ശ്രീ മുക്തർ അബ്ബാസ് നഖ്വി. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ വർഷം പ്രവർത്തിച്ച ഷാനവാസ് ഹുസൈൻ, ഞങ്ങളുടെ പാർട്ടിയിൽ നജ്മ ഹെപ്തുള്ള, ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ന് കേരളത്തിൽ ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സലാം സാർ, ഞങ്ങളുടെ പാർട്ടിയിൽ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാർ, ഞങ്ങളുടെ പാർട്ടിയിൽ ഞാനിപ്പോ പാലക്കാട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് എന്റെ ഉള്ളിൽ നിറയുകയാണ്. കാരണം രാഷ്ട്രീയത്തിന്റെ ആദ്യാക്ഷരം പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ ഒരു പെൺകുട്ടിയെ, അവളുടെ പേര് മുംതാസ് എന്നാണ്, അവളെ 99% ഹിന്ദുക്കളുള്ള പാർട്ടിയിൽ നിർത്തി മത്സരിപ്പിച്ച് തൃശ്ശൂരിലെ കോർപ്പറേഷനിൽ വിജയിപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഹിന്ദുവും ആഗ്രഹിക്കുന്നത് ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ ഈ കേരളത്തിന്റെ നവീകരണത്തിനും വികസനത്തിനുമാണെങ്കിൽ ആ വികസനമാണ് വേണ്ടത് എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മാറ്റം അനിവാര്യമാണ് എന്നുള്ള ആ ഒരു പോയിന്റ് അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ കേരളത്തില് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്ന, ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജിക്ക് അദ്ദേഹത്തെ കാണാനും ഷാളണിയിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പൊ ചില ആളുകളെ സ്റ്റേജിൽ സ്വീകരിക്കും, അത് കഴിഞ്ഞാൽ ചില ആളുകളെ പേഴ്സണലായിട്ട് കാണും. അപ്പൊ അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോ പോകുന്ന വഴിയിൽ ഞാൻ നോക്കിയപ്പോ നല്ല ബോർഡുകൾ ഇരിക്കുന്നുണ്ട്. ആ ബോർഡിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നല്ല ഫോട്ടോ, നല്ല ഗ്രാഫിക്സ്, നല്ല ഡിസൈൻ, അതിൽ എഴുതിയിരിക്കുകയാണ്, വലിയ വലിയ റോഡുകൾ കേരളത്തിലേക്ക് നൽകി. പച്ചക്കള്ളമല്ലേ? 94% ഫണ്ടും കൊടുത്തത് നരേന്ദ്രമോദി, ശ്രീമാൻ നിതിൻ ഗഡ്കരി. പക്ഷേ വലിയ ബോർഡിറക്കിക്കൊണ്ട് റോഡുകളെല്ലാം നന്നായി എന്ന് പറഞ്ഞ് എല്ലാ ഊരാളിങ്കൽ സൊസൈറ്റിക്ക് ഊറ്റി വിറ്റുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ഭരണകക്ഷിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, റോഡ് നന്നായത് 1/2 ഡസൻ കോൺഗ്രസുകാർ കേന്ദ്രത്തിൽ പോയി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലത്ത് റോഡ് നന്നായോ? ഇല്ല. എങ്ങനെ നന്നായി? ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നിതിൻ ഗഡ്കരി പറഞ്ഞു, നിങ്ങൾ നൽകിയിട്ടുള്ളത് 4% തുക മാത്രമാണ്, 6% തുകയിലേക്ക് അതിൽ എത്തിയിട്ടുണ്ട്. 94% ഫണ്ടും റോഡിന്റെ വികസനത്തിന് വേണ്ടി കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറയാൻ ഞങ്ങളുടെ ലീഡർഷിപ്പിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ റോഡ് നന്നാക്കി. KSRTCയിൽ നല്ല ബസ്സുകൾ വന്നു എന്ന് പറഞ്ഞു ഒരാൾ. ആ ബോർഡും വെച്ചിട്ടുണ്ട്. ഓടി ഓടി വളർന്നു എന്നാണ് പറയുന്നത്. ഓടി ഓടി വളർന്ന ഗണേശന്റെ കഥകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ അതിന്റെ ആ ഒരു മര്യാദയുടെ സീമ ലംഘിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് അങ്ങനെ ഓടി ഓടി തളരുകയും വളരുകയും ചെയ്ത
ഇതേ ഗണേഷ് കുമാറിന്റെ വകുപ്പില് ഇന്ന് നല്ല ബസ്സുകൾ കിട്ടിയത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ബസ്സുകളാണ് എന്ന് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ മേയർ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ബസ്സുകളെല്ലാം തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ഇത്രയും സുന്ദരമായ ബസ്സുകൾ കേരളത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മാതൃവന്ദനം പദ്ധതി, ഇന്ദ്രധനുഷ് യോജന പദ്ധതി, കുടുംബശ്രീയിൽ ഇന്ന് പോകുന്ന അമ്മമാരുടെ കുട്ടികളെ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന അവരുടെ പദ്ധതികൾ, സുകന്യാ സമൃദ്ധി പദ്ധതികൾ, ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം പദ്ധതി ഉൾപ്പെടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ 300-ലധികം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ കേരളത്തിലോട് ചോദിച്ചു, നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിനെ ഞാൻ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാർ ഇവിടെ നിന്ന് ജോലി തേടി പുറത്തേക്ക് പോവുകയാണ്. തമിഴ്നാട്ടുകാരൻ ശ്രീ പെരുമ്പുതൂരിൽ, എന്റെ അമ്മമാർ കേൾക്കണം, ശ്രീ പെരുമ്പുതൂരിൽ 8,000 കോടി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വാങ്ങിക്കൊണ്ട് ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബായി ഈ രാജ്യം മാറിയപ്പോൾ ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയെ ഒരുക്കിയെടുക്കാൻ വേണ്ടി 8,000 കോടി രൂപ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പെരുമ്പതൂരില് വലിയ ഒരു ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലോ ഇവിടെ പിണറായി വിജയന്റെ വലിയേട്ടനാണ് സ്റ്റാലിൻ എന്നാണ് പറയുന്നത്. അവിടെ 8,000 കോടി. എന്ത് കിട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും പ്രൊജക്ട് കൊടുത്തോ? ഇവിടുത്തെ ടെക്നോളജി വളരെയധികം കൈമുതലായിട്ടുള്ള ഇവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ച് താങ്കൾ ചിന്തിച്ചോ? ഇവിടുത്തെ ചെറുപ്പക്കാരികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? ഇല്ല. നിങ്ങൾ 1000 കോടി പോലും നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചില്ല. തൊട്ടപ്പുറത്ത് കർണാടകയിലേക്ക് പോയാൽ 22,000 കോടി രൂപയുടെ ആപ്പിൾ മാനുഫാക്ചറിംഗ് ഹബ്ബായി ആ കർണാടക മാറി. നമ്മുടെ കുട്ടികൾ ജോലിക്ക് വേണ്ടി കർണാടകയിലേക്ക് പോകുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു. സാംസങ് മൊബൈൽ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ നമ്പർ 1 കമ്പനി ഉത്തർപ്രദേശിൽ ശ്രീമാൻ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുകയാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഷിപ്പിന്റെ ഡെവലപ്മെന്റ് മേഖല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇലക്ട്രോണിക്സ് മേഖല, എല്ലാ മേഖലയിലും രാജ്യം മുന്നോട്ട് പോവുകയാണ്. ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ന് നമ്മുടെ നാടിന്റെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ മാറ്റം പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ഞാനും നിങ്ങളും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമുക്ക് കേരളത്തിൽ ഇവിടെ നിന്ന് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് നിരവധി MLA-മാർ ഉണ്ടാകണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ്. ആ ജനങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇലക്ഷൻ വന്നാലും ഇലക്ഷൻ വന്നില്ലെങ്കിലും ഇവിടെ നമ്മൾ നിശ്ചയിച്ച സമരങ്ങളും പരിപാടികളും നമ്മൾ നടത്തിയിട്ടുണ്ട്, നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രസംഗം കേട്ട് എന്റെ ചുറ്റും നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഭാരതീയ ജനതാ പാർട്ടിയെ തൊട്ടറിയാൻ നിങ്ങൾ തയ്യാറാകണമെന്നും, കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ചാണക്യനായിട്ടുള്ള ശ്രീമാൻ കരുണാകരന്റെ മകൾ പത്മജ ഇന്ന് കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നല്ലവരായിട്ടുള്ള കോൺഗ്രസുകാർ BJP-യിലേക്ക് കൂടുതൽ അണിചേരണം എന്നപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ലീഡർ ശ്രീമാൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് പ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾ മാതൃകയാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലും വലിയ ഗംഗേമന്മാരൊക്കെ വന്നു. പക്ഷേ ചില ആളുകളുടെ ഫോൺ വിളിയൊക്കെ കേട്ടപ്പോ കുടുംബം ബോംബെറിഞ്ഞു കളയുമെന്നും കത്തിച്ചു കളയുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു വലിയ നേതാവ് പാതിക്ക് അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു. ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കന്മാർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് വരികയാണ്. നമ്മളാണ് യഥാർത്ഥ സോഷ്യലിസം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ആ സോഷ്യലിസം എന്ന് പറയുന്നത് ഈ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ പോലും അദ്ദേഹം സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാരോട് പറഞ്ഞത്, ഞാൻ മകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ അമ്മയുടെ ആ ഭൗതിക ശരീരത്തെ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ എന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒരു കേന്ദ്രമന്ത്രിയും ഗുജറാത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് 1 മണിക്കൂർ പോലും എന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ ലോകാരാധനായ ശ്രീമാൻ നരേന്ദ്രമോദി 17 ഇസ്ലാമിക ലോകരാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കിട്ടിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം വന്ന പ്രസംഗത്തിൽ പോലും പറഞ്ഞു, അദ്ദേഹം സൂചന നൽകിയത് എന്താണ്? ഗൾഫിൽ പോയി പണിയെടുക്കുന്ന ഒരു മനുഷ്യന് പോലും ഒരു വേദനയും ഇല്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാൻ ഞാൻ കാവലുണ്ട് എന്ന് പറഞ്ഞ ആ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ
അഭിമാനാർഹമായിട്ടുള്ള പാർട്ടിയിലേക്ക് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു.